കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര പ്രഖ്യാപനത്തിന് മുൻപ് നാടകീയമായ നീക്കം. എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം പട്ടിക കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കൈമാറി. പുരസ്കാര പ്രഖ്യാപനം മാറ്റിയത് കേന്ദ്ര സമ്മർദ്ദത്തെ തുടർന്നെന്ന് ആരോപണമുയർന്നു. അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി കുറ്റപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാനിരുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. 24 ഭാഷകളിലേക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഇന്ന് വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനം. കേന്ദ്ര സാഹിത്യ അക്കാദമി അറിയിച്ചതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എത്തി. കൃത്യം 3 മണിക്ക് പ്രഖ്യാപനം മാറ്റിവെച്ചതായി അക്കാദമി അംഗങ്ങൾ അറിയിച്ചു. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. നടപടിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. സർക്കാരിന് സമർപ്പിച്ച് തിരുത്തോടുകൂടി പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുന്നു എന്നത് തെറ്റായ കാര്യമാണെന്നും നിലവിൽ തയ്യാറാക്കിയ പട്ടിക തന്നെയാകും പ്രഖ്യാപിക്കുക എന്നും KP രാമനുണ്ണി. കേന്ദ്ര സാഹിത്യ അക്കാദമി ഉണ്ടായ കാലം മുതൽക്കുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പരസ്യപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. അതിന് ഇപ്പോൾ ഒരു കൾച്ചറൽ മിനിസ്ട്രിയിൽ നിന്ന് ഒരു നിർദ്ദേശം വന്നുകൊണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് അതിനെ മാനിക്കാതിരിക്കാൻ പറ്റില്ല. കൾച്ചറൽ മിനിസ്ട്രീനെ സെക്രട്ടറി മുഖാന്തരം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. ഉടനെ ഡിക്ലെയർ ചെയ്യാനുള്ള അവസ്ഥയുണ്ടാക്കണമെന്ന്. അതേസമയം ഇംഗ്ലീഷ്, ഗുജറാത്തി ഭാഷകളിലാണ് തർക്കം നിലനിൽക്കുന്നതെന്നാണ് സൂചന. മലയാളത്തിൽ പുരസ്കാരത്തിനായി ഇത്തവണ മായാമനുഷ്യർ എന്ന നോവലിന് N. പ്രഭാകരനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. അതിനുള്ള പ്രതിഷേധമാണ് സാഹിത്യകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.